നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് പ്രിയദർശിനി. ചുമതലയേറ്റ ആദ്യ മാസം പിന്നിടുമ്പോൾ വിലയിരുത്തലുകൾക്കും ചോദ്യങ്ങൾക്കും ഒരുപോലെ ഇടമുണ്ട്. പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഭരണശൈലിയും ജനങ്ങളിലേക്ക് എത്തിയ സന്ദേശവും ഇതെല്ലാം ഇന്ന് വിശകലനത്തിന് വിധേയമാക്കുകയാണ്. ആദ്യ മാസത്തിൽ പ്രതീക്ഷകൾക്ക് കരുത്ത് പകരാൻ പ്രിയദർശിനിക്ക് കഴിഞ്ഞോ, അതോ ഇനിയും ഉത്തരങ്ങൾ തേടുന്ന ചോദ്യങ്ങളാണോ ബാക്കിയുള്ളത്? രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കപ്പുറം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാസത്തെ ഭരണയാത്രയുടെ വിലയിരുത്തലുകൾ നടത്താം. സ്ത്രീ യാത്രക്കാർ കൂട്ടത്തോടെ പ്രിയദർശിനിയിലേക്ക് പോയപ്പോൾ സ്വകാര്യ ബസ് മേഖലയുടെ നട്ടെല്ലൊടിയുന്ന ഒന്നായെന്ന് പരാതിയും രൂക്ഷമാണ്. വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സിൽ കൺസെഷൻ ചാർജ് ഉയർത്തിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. സൗജന്യ യാത്രയിൽ KSRTCക്ക് ഇതുവരെ 75 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രതിദിനം 2.5 കോടിയുടെ വരുമാനം നഷ്ടമാകുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ശതമാന വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 1.87 കോടി സ്ത്രീകളാണ്. പ്രിയദർശിനി പ്രിയമായോ? സ്ത്രീകൾക്ക് ആശ്വാസമായോ? സ്വകാര്യ ബസ് മേഖല തളർച്ചയിലോ? വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര വേണ്ടേ? ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ എന്നോടൊപ്പം ശ്രീ ജോർജ് പടിപ്പാറ, സാമൂഹ്യ നിരീക്ഷകൻ, T ഗോപിനാഥൻ, ഓണേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ അഡ്വക്കേറ്റ് സുശീൽ ഗോപൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവരാണ്. ആദ്യം ശ്രീ ജോർജ് പടിപ്പാറയിലേക്കാണ്. ജോർജ് സാർ, നമുക്കറിയാം പ്രിയദർശിനി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആർഭാടമായി തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപാലവൃദ്ധം വരുന്ന ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രിയമായോ പ്രിയദർശിനി? റോസി, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് പ്രിയദർശിനി ഏറെ പ്രിയങ്കരമായി തീർന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രിയദർശിനിമാർക്കെല്ലാം. അല്ലെങ്കിൽ തന്നെ പ്രിയദർശിനി എന്ന പേരിനോട് കേരളത്തിലെ മനുഷ്യർക്ക് ഒരു പ്രത്യേക മമതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പേരായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്നുള്ള പേരൊക്കെ. അപ്പൊ ആ പദ്ധതിക്ക് ആ പേരിട്ടുകൊണ്ട് പ്രിയദർശിനി ഒരു സൗജന്യ യാത്രാ പദ്ധതി KSRTC ആവിഷ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരള സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ രാഹുൽ ഗാന്ധി VD സതീശൻ നടത്തിയ പൊതുക യാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളായിട്ട് പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നടപ്പാക്കാതിരിക്കുക എന്നുള്ളത് സർക്കാരിന് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും കേരളത്തിൽ UDF പറയുന്ന ഒരു വാക്കും ആളുകൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഏറ്റവും ജനപ്രിയമായ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ എടുത്തൊരു തീരുമാനമാണ് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പാക്കുക. പക്ഷെ അതില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് മുഴുവൻ KSRTC സർവീസുകൾ, അന്തർ സംസ്ഥാന KSRTC അടക്കം മുഴുവൻ, അത് സൂപ്പർ ഫാസ്റ്റോ സൂപ്പർ എക്സ്പ്രസ്സോ ഇനി അതല്ലെങ്കിൽ ഏത് KSRTC ബസ്സിലും സൗജന്യ യാത്ര എന്ന ആളുകൾ പലരും വിചാരിച്ചെങ്കിലും യാഥാർത്ഥ്യത്തോട് അടുത്തപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ, ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഒറ്റയടിക്ക് എല്ലാ KSRTCയിലും സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയാൽ ഒരുപക്ഷെ KSRTC തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളത് കൊണ്ട് ഒരു പൈലറ്റ് പ്രോജക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ആദ്യം ഈ പറഞ്ഞ ഓർഡിനറി ബസ്സുകളിൽ, ഇൻക്ലൂഡിംഗ് ടൗൺ ടു ടൗൺ അടക്കമുള്ള ബസ്സുകളിൽ, ഫാസ്റ്റിന് താഴെയുള്ള മുഴുവൻ ബസ്സുകളിലും, ഈ സിറ്റി ഫാസ്റ്റ് അല്ലാത്ത അങ്ങനെയുള്ള ഫാസ്റ്റ് പാസഞ്ചറിന് താഴെയുള്ള മുഴുവൻ സാധാരണ ബസ്സുകളിലും സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ഇപ്പൊ റോജി കുറെ കണക്കുകളൊക്കെ പറഞ്ഞു. വളരെയധികം സ്ത്രീകൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നു. വൻതോതിൽ സർക്കാരിന് ഈ ആദ്യത്തെ മാസം തന്നെ ഏതാണ്ട് 90 കോടിയോളം രൂപയുടെ ബാധ്യതയെങ്കിലും ഈ ഇനത്തിൽ KSRTCക്ക് കൊടുക്കേണ്ടി വരും എന്നതാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. ഇന്ന് കൃത്യം ഒരു മാസം തികയാണ്. അപ്പൊ ഇതൊരു അൺമിക്സ്ഡ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കയ്യടി കിട്ടിയ ഒരു പരിപാടിയാണ്. ആ പറഞ്ഞ വാഗ്ദാനം വളരെ പെട്ടെന്ന് തന്നെ നിറവേറ്റി 15-ാം തീയതി എന്ന് പറഞ്ഞു. ആ 15-ാം തീയതി തന്നെ മന്ത്രിസഭ യോഗം ചേർന്ന് പ്രഖ്യാപനം നടത്തി, ഉദ്ഘാടനം നടത്തി. അങ്ങനെ വാഗ്ദാനം പാലിക്കുന്നതിൽ ഒരുപക്ഷെ മുമ്പൊരിക്കലും ആരും കാണിക്കാത്ത ആ ഒരു മാതൃക തീർത്തുകൊണ്ട് നടപ്പാക്കിയ ഈ പദ്ധതി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നു. പക്ഷെ കേരളത്തിലെ ശരാശരി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഇപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ IT പ്രൊഫഷണലുകളായിട്ടുള്ള സ്ത്രീകൾക്കോ കോളേജ് അധ്യാപികമാർക്കോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രമേൽ അനിവാര്യമായ ഒരു കാര്യമാണെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷെ അങ്ങനെ നടപ്പാക്കാൻ പറ്റൂല്ല.
നേരെ മറിച്ച് ഈ എന്താ പറയാ നഗരങ്ങളിലേക്ക് ഈ സാധാരണ ജോലിക്ക് പോകുന്ന, അതുപോലെ ഡെയിലി കൂലിവേലയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ കെട്ടിടപ്പണിക്ക്, വാർക്കപ്പണിക്ക്, അതുപോലെ തന്നെ വീട്ടുജോലിക്ക്, ആയമാരായിട്ട്, അതുപോലെ ആശുപത്രികളിൽ ഇങ്ങനെ ചെറിയ ജോലികൾക്ക്, തുണിക്കടകളിൽ, ഇങ്ങനെ കടകളിലൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ തുച്ഛ വരുമാനക്കാരാണ്. ശരാശരി 500 രൂപ, 600 രൂപ, അതിലും താഴെയൊക്കെയാണ് പലരുടെയും വരുമാനം. അപ്പൊ ഒരു മാസം 25 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 25 × 6 അവരുടെ വരുമാനം, 600. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 15,000 രൂപ താഴെ വരുമാനം കിട്ടുന്ന ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 രൂപ, 60 രൂപ ദിവസവും ഈ ബസ് ചാർജ് ഇനത്തിൽ ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 60 രൂപ എന്ന് പറഞ്ഞ ഒരു വലിയ തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കതൊരു മിച്ചമാണ്. അല്ലെങ്കിൽ അവരുടെ രണ്ടറ്റം കൂട്ടിമുട്ടാത്ത ആ ജീവിതത്തിലേക്ക് ഒരു ചെറിയ എന്താ പറയുക സർക്കാരിന്റെ ഒരു വലിയ സഹായം വന്ന് വീഴുന്നു. അവരുടെ കുടുംബ ബജറ്റ് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. ഒരു നല്ല വസ്ത്രം മേടിക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു പലതിനും. വി.ഡി. സതീശൻ പിന്നീട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയാ ഞങ്ങളൊരു KSF ഒരു ചിട്ടി തുടങ്ങുന്നു. എന്തോ അതെ. അപ്പൊ ആ ചിട്ടിക്കകത്ത് നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ ചേർന്നാൽ അതൊരു വലിയ കാര്യമായി തീരും. ഇതൊക്കെ ശരിയാണ്. ജോർജ് സാർ പറഞ്ഞു വന്നത് അതായത് പ്രിയദർശിനി പ്രിയം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറുവശം കൂടി പറഞ്ഞുകൊണ്ട് സാറിലേക്ക് രണ്ടാമത്തെ റൗണ്ടിൽ വരാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അതിന്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടല്ലോ. ഇപ്പോൾ എന്തായാലും ബസ് ഓണേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥനിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ ഗോപിനാഥൻ, അങ്ങേക്കറിയാം അതായത് പ്രിയദർശിനി എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒന്നായി മാറുകയാണ്. എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും പ്രൈവറ്റ് ബസ്, സ്വകാര്യ ബസ് മേഖല എന്ന് പറയുന്നത് നട്ടല്ലൊടിഞ്ഞ് തളർന്ന് കിതയ്ക്കുകയാണ് എന്നൊരാരോപണം വരുന്നുണ്ട്. പ്രിയദർശിനി എങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണോ? അല്ല, പ്രിയദർശിനി സർവീസുകള് പൊതുജനങ്ങൾക്ക് പ്രിയമായി എന്ന് പറയുന്നതിൽ ഞങ്ങൾ തർക്കം പറയാനൊന്നുമില്ല. വളരെ പ്രിയമായിട്ടുള്ള നടപടി തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രിയദർശിനി പ്രിയമാക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10-15,000 വരുന്ന ഉടമകളും അതിൽ ജോലി ചെയ്യുന്ന നേരിട്ട് ജോലി ചെയ്യുന്ന 40,000 തൊഴിലാളികളും പരോക്ഷമായി ജോലി ചെയ്യുന്ന ഏതാണ്ട് 60,000 തൊഴിലാളികളും ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉൾപ്പെടെ 2-2.5 ലക്ഷത്തിലധികം ആളുകളുടെ അവർക്ക് എത്രത്തോളം പ്രിയമാണ് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. അവരുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം 200-300 രൂപ ആണ് ശമ്പളം എടുക്കുന്ന ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ സർക്കാരിന് ഇത്ര വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനം, ഒരു സർക്കാർ നടപ്പിലാക്കാത്ത ഇത്ര നല്ല തീരുമാനം ജനങ്ങൾക്ക് പ്രിയമായെങ്കിലും ഒരു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിന് ദോഷകരമായി ഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയില്ല എന്നുള്ളൊരു വിഷമമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചർച്ചയിൽ ഞാൻ ഇന്നലെ പങ്കെടുത്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതിന് നമ്മൾ ടിക്കറ്റേതര വരുമാനം കണ്ടെത്തണമെന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞേ. ഈ സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റേതര വരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടെത്തിയ മാർഗങ്ങള് കൊറിയർ സർവീസും അതുപോലെ തന്നെ ഈ മറ്റേ പാർസൽ സർവീസ്, പിന്നെ ബസ്സിലെ പരസ്യം നൽകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം. 45 ദിവസം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാമെന്നാണ് മന്ത്രി ഇപ്പൊ പറഞ്ഞത്. ഒരു കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ പഠിക്കട്ടെ, 40 ദിവസം കഴിഞ്ഞ് എവിടെയൊക്കെ നഷ്ടം കൂടുതലുണ്ട് അവരുടെ കാര്യത്തിലൊക്കെ പഠനം നടത്താമെന്നൊക്കെയാണ് മന്ത്രി ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ കാര്യം. ഇന്നിപ്പോ 30 ദിവസമായി. ഈ 30 ദിവസത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് സർവീസ് നടത്താൻ 30% വരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പൊ വെന്റിലേറ്ററിലാണ്. ഒരു 800-900 ബസ്സുകൾ കയറ്റിയിട്ട് കഴിഞ്ഞു. വലിയ വിഭാഗം പതിയോളം ബസ്സുകൾ ഇപ്പോ പകുതി ട്രിപ്പുകളാണ് ഓടുന്നത്. പല ട്രിപ്പുകൾക്ക് ഓടാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യം ഇപ്പൊ 30 ദിവസത്തെ സ്ഥിതിയാണ്. ഏതാണ്ട് 70 കോടി രൂപയുടെ നഷ്ടമാണ് സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഇത് പ്രകാരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തല്. ഇനി ഇത് അടുത്ത 45 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഓണമാണ് വരാൻ പോകുന്നത്. 40 ദിവസത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം വരും. ഓണത്തിന് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കേണ്ടതാണ്. ഈ ബസ് സർവീസ് അടുത്ത 40 ദിവസം കൂടി നല്ല തുറന്നാൽ മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷ ഞാൻ 14 വർഷമായിട്ട് ബസ് സർവീസ് നടത്തുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല ഇത് അടുത്ത 40 ദിവസം കൂടി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ സ്വകാര്യ ബസ്സുകൾ നിന്ന് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത്, ഇപ്പൊ KSRTC ഇവിടെ നമ്മൾ കണക്കുകൾ പറയുമ്പോൾ 11,000 ചില്ലാനും സ്വകാര്യ ബസ്സുകളും 3,125 നേരത്തെ ശ്രീ ജോർജ് പുളിപ്പാറ പറഞ്ഞ മാതിരിയല്ല. KSRTCയുടെ ഏതാണ്ട് എല്ലാ സർവീസ് 4,200 സർവീസുള്ള KSRTCയുടെ 3,125 സർവീസിൽ ബസ്സുകളിലും ഫ്രീ കൊടുക്കുന്നുണ്ട്.
അതിന്റെ 80% ബസ്സുകളിലും KSRTC ഇപ്പൊ ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുക. 20% പാസ് 1000 താഴെ ബസ്സുകളാണ് ഫാസ്റ്റ് ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ ബസ്സിലും ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് KSRTC. ഈ KSRTCയിൽ കയറിക്കൊണ്ടിരിക്കുന്ന അവരിൽ പറയുന്ന ഇത്രയും അധികം യാത്രക്കാർ കയറുന്ന അവര് 5 ലക്ഷം യാത്രക്കാരിൽ ഇപ്പൊ 12 ലക്ഷം 13 ലക്ഷം യാത്രക്കാരെ ഒരു ദിവസം കയറുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ യാത്രക്കാരിൽ പകുതിയധികം പേര് സ്വകാര്യ ബസ്സുകളിൽ കയറുന്നവരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള വരുമാന നഷ്ടം നികത്താൻ ഇതുവരെ സർക്കാർ ഒരു മാർഗം പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ ടിക്കറ്റേതര വരുമാനം സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അപ്പോൾ സ്വകാര്യ ബസ് മേഖല എന്ന് പറയുന്നത് കിതച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ വരാം. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നോക്കൂ, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു, 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അതിലൊരു ഗ്യാരണ്ടി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ളതാണ്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അത് പാലിക്കപ്പെടണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നോക്കൂ, 2 ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്നാണ് ഇപ്പോൾ ശ്രീ ഗോപിനാഥ് പറഞ്ഞത്. ഇവരെ അങ്ങ് തഴയുകയാണോ പൂർണ്ണമായിട്ടും? അതായത് ഒരു ഭാഗം എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ പറയുന്ന വാക്കുകൾ അങ്ങ് പാലിച്ചാൽ മാത്രം മതി, ഞങ്ങൾ പറയുന്ന വാക്ക് ഞങ്ങൾ പാലിക്കുന്നു, അതുകൊണ്ട് ആരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമൊന്നുമില്ല, അതാണോ സർക്കാരിന്റെ നിലപാട്? അല്ല, ഇതിനകത്ത് ജോജി അങ്ങനത്തെ ഒരു നിലപാട് സർക്കാർ ഒരിക്കലും പ്രഖ്യാപിച്ചില്ല. ഇപ്പൊ ഗോപിനാഥ് സാർ പറഞ്ഞ തന്നെ ഇതിനകത്ത് വകുപ്പ് മന്ത്രി മീറ്റിംഗ് വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സജഷൻ അവരെ മുന്നിൽ വെക്കുകയും അതിനുശേഷം 45 ദിവസത്തിന് ശേഷം അതിനുശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് എങ്ങനെയാണോ അത് പഠിച്ചതിന് ശേഷം തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജോജി ഉപയോഗിച്ച ആ വാക്കുകളോട് 1% പോലും നീതിയുക്തമായ സാഹചര്യം അല്ല ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞത്, അതായത് മന്ത്രി പറഞ്ഞത് ടിക്കറ്റേതര വരുമാനം കണ്ടെത്തണം എന്നുള്ളതാണ്. ശ്രീ ഗോപിനാഥ് പറയുകയുണ്ടായി, അതായത് ചർച്ച ചെയ്യുക എന്നുള്ള, അതൊക്കെ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടേനെ. നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, മാറ്റം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി പരമ്പരാഗതമായ മാർഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യതിരിച്ച് യാത്ര ചെയ്യേണ്ടി വരുമല്ലോ. നമ്മളിപ്പോ ഒരു സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിനകത്ത് 51% സ്ത്രീകളാണ്. 3.5 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 51% സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എത്ര പോപ്പുലേഷൻ വരുമെന്നൊന്ന് ജോലി ഒന്ന് കണക്കൂട്ടി നോക്കുക. അത്രയും ആളുകൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂട്ടുകയും അവരെ യാത്രാ സമയം കൂടുകയും അവർ യാത്ര ചെയ്യുകയും അവരുടെ മൊബിലിറ്റി കൂടുകയും അവരുടെ ജോലി സാഹചര്യം കൂടുകയും അവരിലേക്ക് വരുമാനം വരികയും ആ വരുമാനം വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന രീതിക്കുള്ള വലിയ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ അതിനകത്ത് ഒരു വിഭാഗത്തിന് അതിന്റെ ക്ഷീണം സംഭവിക്കുന്നുണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സർക്കാർ. ആ റിയാലിറ്റിയെ, ആ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ്, അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബസ് ഉടമകളുമായി ചർച്ച വെച്ചതും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സജഷൻ വെക്കുകയാണ് ചെയ്ത് അങ്ങോട്ട്. അല്ലാണ്ട് ഇതോടുകൂടി നിങ്ങളായുള്ള എല്ലാ ചർച്ചയും അവസാനിച്ചു എന്നുള്ളതല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് റീസണബിൾ ആയ സമയം വെക്കുന്നു. ആ റീസണബിൾ ആയ സമയം വെച്ച് അതിനകത്ത് അവർക്ക് കാര്യമായ ഗുണം ലഭിക്കുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെയല്ലേ ഒരു സർക്കാർ ഒരു നയം കൊണ്ടുവരുമ്പോൾ ആ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും വിഭാഗത്തിന് അതിന്റെ ക്ഷീണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷീണത്തിനെ കൂടി മറികടക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അതിൽ നിന്ന് 1% പോലും കൈകഴുകിയിട്ടില്ല. പിന്നെ ഇത്രയും മനോഹരമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോ ഇപ്പൊ ഗോപിനാഥ് സാർ പറഞ്ഞതിനകത്ത് വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. KSRTCയിലെ 80% വരുന്ന ബസ്സുകളും ഇപ്പോ പ്രിയദർശിനി യാത്രാ സൗജന്യം നൽകിയാണ്. ഇവിടെ കേരളത്തിൽ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയപ്പോ കേരളത്തിലെ പ്രതിപക്ഷം ആരോപിച്ചത് എന്തായിരുന്നു? ഓർഡിനറി ബസ്സുകളെല്ലാം സ്റ്റിക്കർ മാറ്റിയൊട്ടിച്ച് യാത്രാ സൗകര്യം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പ്രചരണം നടത്തിയ പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടിയാണ് ഗോപിനാഥ് സാർ ഇവിടെ പറഞ്ഞത്. കേരളത്തിലെ 80% വരുന്ന KSRTCയിലും ഇപ്പൊ യാത്രാ സൗജന്യം കൊടുക്കുകയാണ്. അപ്പൊ ആ 80%-ലധികം വരുന്ന ബസ്സുകൾ യാത്രാ സൗജന്യം കൊടുക്കുമ്പോൾ ആ യാത്രാ സൗജന്യത്തിന്റെ ലാഭം ലഭിക്കുന്ന, അതിന്റെ സൗജന്യം ലഭിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ ലാഭം അവർക്ക് നീക്കിവെക്കാൻ പറ്റുന്ന പണം, ആ പണം അവർ ചെലവഴിക്കുന്ന എവിടെയാണ്? നമ്മുടെ അതേ മാർക്കറ്റിലാണ്. അതേ മാർക്കറ്റിലെ പണം ചെലവഴിക്കുമ്പോൾ ആ പണം ചെലവഴിക്കാനുള്ള പൈസ അവരുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പൊ ആ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അവശ്യ സാധനങ്ങൾക്കും മറ്റു കാര്യങ്ങളും ചെലവുകളിലും ഒക്കെ അവർക്ക് കുറച്ച് പൈസ കൂടി കൂടുതൽ ലഭിക്കല്ലേ? ആ പണം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് ചലിക്കല്ലേ? അപ്പൊ എല്ലാ വിഭാഗം ആ മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകളിലേക്ക് ആ പണം എത്തല്ലേ? അപ്പൊ അത്തരത്തിൽ ഒരു മാർക്കറ്റിനെ, കേരളത്തിന്റെ മൊത്തം മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന രീതിയിലേക്ക്, അതിനെ പെനട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സർക്കാർ നയം വരുമ്പോ
ആ നയത്തിന്റെ ഭാഗമായി നമുക്ക് സ്വാഭാവികമായും അറിയാവുന്ന കാര്യമാണ്. സ്വകാര്യ ബസ് മേഖല കോവിഡിന് ശേഷം ഉണ്ടായ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് ബസ് സർവീസ് നിർത്തലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ സ്വന്തം വാഹനങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വന്നപ്പോൾ വലിയ തോതിൽ ആൾക്കാർ ആ രീതിക്ക് സ്വന്തമായി വാഹനം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത്തരത്തിൽ പദ്ധതി കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിസന്ധി ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് കൃത്യമായി അഡ്രസ് ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അഡ്രസ് ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ ഇത്രയും നല്ലൊരു പദ്ധതി, ആ പദ്ധതിയെ ഇത്രയും ആളുകളെ ദുരിതത്തിലാക്കി എന്നുള്ള രീതിക്കുള്ള നെഗറ്റീവ് പ്രചരണം ഒരിക്കലും നടത്തരുത്. അത് തീർച്ചയായും സർക്കാർ എന്ത് വന്നാലും ഇവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്നാണ് അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ പറയുന്നത്. ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങയിലേക്ക് ഒന്ന് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവർ സംസാരിക്കാൻ ഞാൻ കേട്ടു. ഇത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ സൗജന്യ യാത്ര ചെയ്തപ്പോൾ പല സ്ത്രീകളും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇപ്പോൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ സംഖ്യ സാലറി ഉള്ള സ്ത്രീകൾ പോലും ഇങ്ങനെ യാത്ര ചെയ്തു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, പാവപ്പെട്ട സാധാരണക്കാരായ പണിക്കാരുണ്ട്, അതായത് ടെക്സ്റ്റൈൽസിൽ പോകുന്നു, അതുപോലെ ചെറിയ കമ്പനികളിൽ പോകുന്നു, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെയുണ്ട്. അതേപോലെ വയോജനങ്ങളായ ആളുകളുണ്ട്. അവർക്ക് എവിടുന്ന് പണം കിട്ടും എന്നറിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക്, ഇവർക്കൊക്കെ അല്ലേ ഒരു സൗജന്യം നൽകേണ്ടത്? മൊത്തത്തിൽ കാടടക്കി വെടിവെക്കുന്നത് പോലെ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ? അതുപോലെ തന്നെ സൗജന്യം വേണമെന്ന് കരുതുന്നവർ അല്ലെങ്കിൽ സൗജന്യം കിട്ടാൻ വേണ്ടി അത്രയും അവർ ആഗ്രഹിക്കുന്നവർ, റിസർവ് ചെയ്യുന്ന ആളുകൾ കിട്ടാതെ പോകുന്നുമില്ലേ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? റോജി, ആ പറയുന്നതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എല്ലാ തരത്തിലുള്ള ഏത് സ്ട്രാറ്റയില്, ഏത് എക്കണോമിക് സ്ട്രാറ്റയിലുള്ള സ്ത്രീകൾ ആ ബസ്സിൽ കയറുന്നത് ആർക്കും തടയാൻ പറ്റില്ല. കാരണം മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ്. പ്രായഭേദമന്യേ അവരുടെ സാമ്പത്തിക അവസ്ഥയൊന്നും പരിഗണിക്കാതെ, ജോലിയോ വരുമാനമോ റേഷൻ കാർഡിന്റെ നിറമോ കളറോ ഒന്നും കാണാതെ പരിഗണിക്കാതെ എല്ലാവർക്കും സൗജന്യ യാത്രയാണ്. അതുകൊണ്ട് അത് ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. ആ സൗകര്യം ഉപയോഗിക്കുന്നു. വേണമെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാം. ഇങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീകളെ പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പദ്ധതി അല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര വേണമെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന് കുറച്ചുകൂടി വലിയൊരു എന്താ പറയാ സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ കുറച്ചുകൂടി ഉന്നതമായ ഒരു സാമൂഹിക എന്താ പറയുക ബോധം പ്രകടിപ്പിക്കുകയൊക്കെ വേണം. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അർഹിക്കുന്നതല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തവരാണ്. അതുകൊണ്ട് ഞങ്ങളിത് ഉപയോഗിക്കാതിരുന്നാൽ കുറെ കൂടി നല്ലതാണ്, സർക്കാർ ഉദ്ദേശിച്ചത് ഞങ്ങളെ അല്ല എന്ന് തിരിച്ചറിഞ്ഞത് ചെയ്താൽ അതിന് നമ്മൾ പറയുമല്ലോ, സാധാരണഗതിയിൽ ഒരു വിവേകമോ വകതിരിവെന്നോ ഒരു ഇത്തിരി മാനവികത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കാണിക്കേണ്ടത് ആ വ്യക്തികളാണ്. പക്ഷെ ഇപ്പോ എല്ലാ സ്ത്രീകളും ഇത് കയറുന്നു. നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം, ഒരു പൊതു സ്വഭാവത്തിൽ സൗജന്യമായി കിട്ടുന്നതിന് എന്ത് ത്യാഗം സഹിച്ച് നമ്മളത് മേടിക്കും. ഇപ്പൊ തന്നെ എത്രയോ പേര് ഈ പറഞ്ഞ കാർഡ്, ഈ മറ്റേ കാർഡ്, മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഈ പറഞ്ഞ ദാരിദ്ര്യക്ക് താഴെയുള്ളവരുടെ കാർഡ്, ശമ്പളവും പെൻഷനും ഒക്കെ ഉള്ള ഒരുപാട് പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഗോപി, ഞങ്ങൾ എത്രയോ കാലമായിട്ട് അറിയുന്നവരാണ്. പാലക്കാട് ആയിരുന്നപ്പോഴും തൃശ്ശൂർ ഇരിക്കുമ്പോഴും എല്ലാം ഗോപിയുടെ പേരുകൾ തൃശ്ശൂരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രമേൽ അറിയാവുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്റെ പല സുഹൃത്തുക്കളും ബസ് ഉടമകളായിരുന്നു, ഇപ്പോഴും ആണ്. അവരെല്ലാം അനുഭവിക്കുന്ന വേദന മനസ്സിലായി. ഇതിനകത്ത് റോജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് രീതിയിലാണ് സർക്കാരിന് ഇതിനകത്ത് നഷ്ടം സംഭവിക്കുന്നത്. ഒന്ന്, ഇപ്പൊ തന്നെ സ്വകാര്യ ബസ്സുകൾക്കും സ്റ്റേജ് കാരേജുകൾക്കും 3 മാസത്തെ ത്രൈമാസ നികുതിയാണ് സർക്കാരിലേക്ക് അടയ്ക്കുന്നത്. ആ ത്രൈമാസ നികുതി പകുതി കുറച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഗോപി ഇതിന്റെ കൃത്യം കണക്ക് പറയും, 30,000 രൂപ എന്നുള്ളത് 15,000 രൂപ അടച്ചാൽ മതി. പക്ഷെ ഈ 15,000 രൂപ എന്ന് പറയുന്നത് 90 ദിവസത്തേക്കാണ്. അപ്പൊ എത്ര രൂപ വരും ഒരു ദിവസത്തേക്ക്? കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അവർ സൈക്കിളിൽ വരുന്ന നഷ്ടം പരിഗണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഈ നഷ്ടം ഇത് ചെയ്യാൻ പര്യാപ്തമല്ല. സർക്കാരിനും വലിയ നഷ്ടമാണ്. ഈ പറഞ്ഞ 10,000-ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളിൽ നിന്ന് കിട്ടുന്ന ത്രൈമാസ നികുതിയുടെ പകുതി വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു വശത്ത് സൗജന്യ യാത്രയ്ക്ക് KSRTCക്ക് കൊടുക്കേണ്ടി വരുന്ന, പ്രതിമാസം കൊടുക്കേണ്ടി വരുന്ന വലിയ കോടികളുടെ ആ ഒരു കോമ്പൻസേഷൻ, മറുവശത്ത് ഈ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി നേരെ പകുതിയായിട്ട് മാറുന്നു. അപ്പോ ഇതൊരു 2 വേ സംഭവമാണ്. ഇത് ഒരു വലിയ പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ പണ്ടാരോ പറയില്ല, ഒരു എന്താ പറയുക, ഏത് വികസന പദ്ധതി നടപ്പാക്കുമ്പോഴും ദർ ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. അതിനൊരു മറുവിലയുണ്ട്. ഒരു പോലെ തന്നെ ഒരു പാത വരുമ്പോ അല്ലെങ്കിൽ റെയിൽ പാത വരുമ്പോ സമീപത്തുള്ള ആളുകൾക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെടും, കുറെ ലാൻഡ് നഷ്ടപ്പെടും, അവർക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉണ്ടാവും.
അപ്പൊ ഇത് എല്ലായിടത്തും ഒരു മറുവല വികസനത്തിന് അല്ലെങ്കിൽ ഏത് പദ്ധതിക്കും കൊടുക്കേണ്ടി വരും. പക്ഷെ അത്രയും മറുവല കൊടുക്കുമ്പോൾ ഇങ്ങനെ അനാഥരായി പോകുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റുന്ന ഈ മനുഷ്യരും പരിഗണിക്കപ്പെടേണ്ടവരല്ലേ? ഈ സ്വകാര്യ ബസ് ഉടമകളും അത്ര കോടീശ്വരന്മാരല്ല. അവരും ലക്ഷങ്ങളും ദശലക്ഷങ്ങളും ഒക്കെ മുടക്കി ബസ് വാങ്ങി ആ ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരെ ആശ്രയിച്ച് 4-5 അംഗങ്ങളുള്ള ഒരു കുടുംബം ജീവിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ തൊഴിലാളികൾ, 2 കണ്ടക്ടർ, 2 ഡ്രൈവർ, പിന്നെ ഇതിന്റെ മെക്കാനിക്കുകൾ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ, നേരത്തെ ഗോപി പറഞ്ഞ കണക്ക് പ്രകാരം 2.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഈ സ്വകാര്യ ബസ് സർവീസുകളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ CP ജോൺ സാമാന്യത്തിലധികം സാമ്പത്തിക ധാരണയുള്ള, സാമ്പത്തിക ബോധമുള്ള, വിജ്ഞാനമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ പരസ്യ വരുമാനവും അതുപോലെ തന്നെ മറ്റുള്ള വരുമാനമൊന്നും സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്ത് പ്രാക്ടിക്കലല്ല. ഒരു പരിധി വരെ വേണമെങ്കിൽ KSRTCക്ക് സാധിക്കും. പക്ഷെ സ്വകാര്യ ബസ്സുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പരസ്യം കിട്ടില്ല. ഇനി മറ്റൊരു മാർഗം എന്താ? അവരുടെ ഡീസലിന്, ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ സബ്സിഡി കൊടുക്കുന്ന പോലെ ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഡീസലിന് സബ്സിഡി കൊടുക്കുക. അത് പ്രായോഗികമാണോ? വീണ്ടും സർക്കാരിന്റെ നഷ്ടം കൂടുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇത്തിരി ലാഭം ഉണ്ടായ ഒരു വിഭാഗമുണ്ട്. സ്റ്റേജ് ഗാരേജുകൾക്ക്, ടൂറിസ്റ്റ് ബസ്സുകളുടെയും ഈ പറഞ്ഞ, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ടാക്സും ഏതാണ്ട് പകുതിയാക്കി, സ്റ്റേജ് ഗാരേജുകൾ, അവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ടാക്സ് പകുതിയായി. അടി കിട്ടിയത് സ്വകാര്യ ബസ് ഉടമകൾക്ക് തന്നെയാണ്, മറ്റവർക്ക് ലാഭമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ തൊഴിലാളികളുടെ, ഈ ബസ് ഉടമകളുടെ, അവർ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് ഓരോ മാസവും അതിന്റെ തിരിച്ചടവുണ്ടാകും. ലോൺ എമൗണ്ടിന്റെ ആരും മുഴുവൻ കാശും കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും അല്ല ബസ്സുകൾ വാങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന്റെ തിരിച്ചടവുണ്ട്. അത് തിരിച്ചടവ് കൃത്യമായി നടത്താതിരുന്നാൽ ബാങ്കുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആ ബസ് പിടിച്ചെടുത്തിട്ട് പോകും. അവർക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. മാത്രമല്ല ലോങ് ടൈമില് കേരള സർക്കാരിന് ഇപ്പൊ ഞാൻ താമസിക്കുന്ന പീച്ചി, ഈ റൂട്ടില് പീച്ചിയിൽ നിന്ന് പട്ടിക്കാട് വരെയെങ്കിലും ഈ പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഈ ബസ്സുകൾ ഓടാൻ പറ്റാതെ പട്ടിക്കാട് വരെ ആളുകൾ കയറുന്നു, അവിടെ ഇറങ്ങി പ്രിയദർശിനി പോകുന്നു. ഈ ബസ്സുകൾ നഷ്ടം സഹിക്കുക വയ്യാതെ ഓടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ പീച്ചിയിൽ നിന്ന് പട്ടിക്കാട് വരെ എങ്ങനെ എത്തും? മാത്രമല്ല ഈ റൂട്ടുകളിലെല്ലാം, ഇപ്പൊ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിലെല്ലാം KSRTC ബസ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനോ അത്രയും പണം മുടക്കാനോ. പിന്നെ സ്വകാര്യ ബസ്സുകളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് അവർക്കൊരു കോമ്പൻസേഷൻ കൊടുത്ത് ഈ ബസ്സുകൾ ഏറ്റെടുത്ത് സർക്കാർ ഓടിക്കാൻ, അപ്പൊ വരുന്ന ബാധ്യത സർക്കാരിന് പിന്നെയും കൂടുതൽ ബാധ്യതയാണ് വരുന്നത്. അപ്പൊ ഇത് മാറാത്ത വ്യാധിക്ക് ഇല്ലാത്ത മരുന്ന് എന്ന് പറഞ്ഞ പോലെ ഈ തീരുമാനം എന്താ പറയാ, ഒരു ഡബിൾ എഡ്ജഡ് സ്വാഡായിട്ടാണ് വരുന്നത്. 2 വശത്തും മൂർച്ചയുണ്ട്. സർക്കാരിന് ഒരു വശത്ത് കൈയടി കിട്ടുന്നു, സ്ത്രീകളുടെ വോട്ട് ഒരുപക്ഷെ കൂടുതൽ കിട്ടിയെന്ന് വരാം, പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യവും അതിന്റെ ഒരു വിശ്വാസ്യതയും ജനങ്ങൾക്കുണ്ടാവും. പക്ഷെ ഇതിന്റെ പേരിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ആ ഒരു കൂറ്റൻ സാമ്പത്തിക ബാധ്യത, ഒപ്പം തന്നെ അനാഥമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പൊ വളരെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ പാളം തെറ്റുന്നു. അവരെ എങ്ങനെ ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? അവരുടെ ഒരു ജീവിത സുരക്ഷിതത്വം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൺസേൺ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കും? ഒരു വശത്ത് സൗജന്യം, ക്ഷേമം, ഇങ്ങനെ അത് കൈയടി മേടിക്കുന്നു. മറുവശത്ത് ഈ സൗജന്യത്തിന്റെയും ക്ഷേമത്തിന്റെയും പേരിൽ ഒരു വിഭാഗം വല്ലാതെ ജീവിതത്തിന്റെ പുറകിലേക്ക് അല്ലെങ്കിൽ അവർ ഇതുവരെ അനുഭവിച്ചു വന്ന സകല സുരക്ഷിതത്വം ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു എന്നൊരവസ്ഥ. അപ്പൊ എന്ത് ചെയ്യും? ഇതിനെന്താണ് ഒരു പ്രായോഗികമായ മാർഗം? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ഒരുപാട് എന്താ പറയാ ചാതുര്യം ആവശ്യമുള്ള, സാമ്പത്തികമായിട്ടുള്ള ഒത്തിരിയേറെ ആലോചനയും നടപടികളും ആവശ്യമുള്ള അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഗോപിനാഥനെ പോലെ ഈ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗോപിനാഥൻ അല്ലെങ്കിൽ കുറച്ച് ഭൂമിയും സ്വത്തും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നല്ലൊരു പങ്ക് ബസ് ഉടമകൾക്ക് ആ ബസ് ഒഴിച്ച്, ആ വായ്പ ഒഴിച്ച് വേറെ ഒന്നുമില്ല. അവര് ഒരു ജീവിത മാർഗം എന്ന നിലയ്ക്ക്, ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് പോലും ഈ സ്വകാര്യ ബസ്സുകളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതം കട്ടപ്പുകയാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ്. ഓക്കെ ശ്രീ ഗോപിനാഥ്, അങ്ങിലേക്കാണ്. അതായത് ഇപ്പോ ജോർജ് സാർ പറഞ്ഞു ഗോപി സാറിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ ചുമ്മാ വെറുതെ തമാശയ്ക്ക് അങ്ങ് പറഞ്ഞു തന്നെ ഉള്ളൂ. ഇതാ ഒരു ഭാഗത്ത് കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ, മറുഭാഗത്ത് സ്വകാര്യ ബസ് ഉടമകൾ, സ്വകാര്യ ബസ് തൊഴിലാളികൾ എന്ന് പറയുന്നത് കണ്ണീരിൽ കുളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, 1 മാസം കഴിഞ്ഞു, 1 മാസം ചർച്ചകൾ നടത്തി, നിരവധി ചർച്ചകൾ നടത്തി, എവിടെയും ഒന്നും തീരുമാനമായില്ല. ചർച്ചകൾ എത്ര വേണം നടത്താം, പക്ഷേ തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണല്ലോ ചർച്ചകളുടെ
നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ നേരത്തെ ജോർജ് സൂചിപ്പിച്ചല്ലോ. ഞങ്ങള് ഇവിടെ നമ്മുടെ പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് ഉടമകളെ കൂടി ബാധകമാകുന്ന തരത്തിൽ അവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ഈ പ്രിയദർശനിൽ കയറുന്ന അധിക യാത്രക്കാർ, ഇപ്പൊ നിലവിൽ പ്രിയദർശനിൽ കയറുന്ന അധിക യാത്രക്കാര് കൂടുതലും ഞങ്ങളുടെ ബസ്സിൽ കയറിയിരുന്നവർ തന്നെയാണ്. അപ്പോ ആ ആളുകൾ വീണ്ടും ഞങ്ങളുടെ ബസ്സിലേക്ക് തിരിച്ചു വരുമ്പോ ഈ പ്രിയദർശിനി പദ്ധതി KSRTCക്ക് നൽകിയ മാതിരി സ്വകാര്യ ബസ്സുകൾ കൂടി നൽകി സർക്കാർ അധിക സാമ്പത്തിക ബാധ്യതയൊക്കെ വരും. രണ്ടും കൂടി സർക്കാർ കഴിയില്ലല്ലോ, ഏതെങ്കിലും ഒന്ന് സർക്കാർ അംഗീകരിച്ചില്ലേ പറ്റും. അപ്പൊ ഈ അധിക സാമ്പത്തികം സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന സ്ത്രീ യാത്രക്കാർക്ക് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്ന അതേ ആനുകൂല്യം സ്വകാര്യ ബസ്സുകളിൽ നൽകിക്കൊണ്ട് ഞങ്ങൾ ഫ്രീ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കിക്കൊണ്ട് ഞങ്ങൾ റീഫണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് നിലവിൽ നമുക്ക് കാണുന്ന കാര്യം. ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഈ ജനം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീ ജോർജ് പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെ ഞങ്ങൾ ഈ രാഷ്ട്ര ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 10-75 വർഷക്കാലമായി കേരളത്തിന്റെ റോഡുകളിൽ കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖല ഇത്രയധികം ഉയർത്തെഴുന്നേൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ നൽകുന്ന കൺസെഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ജനങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വ്യവസായത്തെ അങ്ങനെ ഒരു സുപ്രഭാത ജനങ്ങളുടെ ഒരു ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങള് ഇവിടെ ഏതാണ്ട് സ്വകാര്യ ബസ്സുകൾ 12,000 സ്വകാര്യ ബസ്സുകള് 40 ലക്ഷമോ 50 ലക്ഷമോ കൊടുത്ത് വിലയ്ക്ക് മേടിച്ച ബസ്സുകളാണ്. അതായത് 5,000 കോടി 6,000 കോടി ഈ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഞങ്ങള്. ഇൻവെസ്റ്റേഴ്സിനോട് ഒരു സുപ്രഭാതത്തില് നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകണമെന്നൊക്കെ പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആരാണ് ഇവിടെ ഇനി പണം കൊടുക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ വരിക? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, വലിയ 50 ലക്ഷം 60 ലക്ഷം രൂപ വില കൊടുത്ത് മേടിക്കുന്ന ബസ്സിന്റെ 30-40 ലക്ഷം ധനകാര്യ സ്ഥാപനങ്ങളിൽ ലോൺ എടുത്തതാണ്. നാളെ അടവടയ്ക്കാൻ വൈകിൽ ഞങ്ങളുടെ വീടും കുടുംബവും ഒക്കെ ജപ്തി ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരിക. അപ്പൊ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനാണ്. ഈ മറ്റു മാർഗങ്ങളും ഞങ്ങൾ കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച ഞങ്ങൾ പ്രതീക്ഷിച്ച മറ്റൊരു കാര്യമാണ് ഡീസലിന്റെ സബ്സിഡി. ഇവിടെ ബോട്ടിന് ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗതാഗത വകുപ്പ് നമ്മുടെ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് 50 രൂപ ഡീസൽ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി തരുന്നത് 70 രൂപയ്ക്ക് വർദ്ധിപ്പിക്കാൻ മത്സ്യബന്ധന മേഖലയിലെ ആളുകൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ബസ്സുകള് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഓടുന്ന, സംസ്ഥാന സർക്കാരിൽ പെർമിറ്റിലാണ് ഞങ്ങൾ ഓടുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു ഡീസലിന് സബ്സിഡി തരാൻ സർക്കാർ വിചാരിച്ചാൽ കഴിയുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് സർക്കാർ ചർച്ച ചെയ്ത് എന്തായാലും പ്രിയദർശിനി പദ്ധതി പിൻവലിക്കാനൊന്നും കഴിയുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നില്ല. ഇവിടെ നേരത്തെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ കിടക്കാം. ഇവിടെ ഇതിന് ദുരുപയോഗം ചെയ്യുന്ന കഥ പറഞ്ഞല്ലോ. ഇവിടെ ഇതിന് വലിയൊരു ഗുണം അനുഭവിക്കുന്നത് 94 ട്രിപ്പ്. ഞാൻ പാലക്കാടാണ്. ഇവിടെ 94 ബസ്സുകളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും പൊള്ളാച്ചി പഴനി ഭാഗത്തേക്ക് ദിവസേന പ്രിയദർശിന്റെ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. സൗജന്യ നിരക്കിലാണ് ഓടുന്നത്. അവർ തമിഴ്നാട്ടിലെ സ്ത്രീകൾ ഈ ബസ്സുകളിൽ കയറി വന്നാണ് നമ്മുടെ മീനാക്ഷിപുരം, ഗോവിന്ദാപുരം, ഗോപാലപുരം റൂട്ടിലെ അവിടെ പണിക്ക് വരുന്നത്. അപ്പൊ അത്രയും അധികം ജനങ്ങൾ ഈ വ്യവസായത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പ്രിയദർശിനി ബസ്സിനെ ഇവരൊക്കെ ഞങ്ങളുടെ ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. അപ്പൊ ഇത്തരം ബസ്സുകാർക്ക് ഇനി എന്ത് ചെയ്യുന്നുള്ള കാര്യം കൂടി ഗവൺമെന്റ് പറയാതെ ഈ ഞങ്ങളോട് സുപ്രഭാതത്തില് ഞങ്ങൾക്ക് ഒഴിവാക്കി പോകണമെന്ന് പറയുന്നതിനോടാണ് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സാണ്. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുത്തേ പറ്റും. ഞങ്ങളെ കേവലം 2.5 ലക്ഷമാണ്. ഒന്ന് നന്നാവുമ്പോൾ ഒന്ന് നന്നാവണമെങ്കിൽ മറ്റൊന്ന് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പളൊന്നും ഇവിടെ ഒരിക്കലും അപ്രഖ്യാപമല്ല. ഞങ്ങളെ നിലനിർത്താനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ എന്നേക്കും ഇല്ലാതെയാവും. ഇത് പീച്ചി മണ്ണുത്തി ഭാഗം, പീച്ചി പട്ടിക്കാട് ഭാഗം മാത്രമല്ല, അത്തരം ബസ്സുകൾക്കാണ് ഏറ്റവും അധികം ഭാഷ. ആളുകൾ മറ്റൊരു റൂട്ടിൽ അന്വേഷിച്ച് എവിടെ പ്രിയദർശിനി കിട്ടുന്നു അവിടെ വന്ന് ഇറങ്ങി അവിടെ പ്രിയദർശിനി ബസ്സുകൾ കയറുന്ന ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കേവലം KSRTC ഓടുന്ന റൂട്ടുകളിൽ മാത്രം ബാധകമായിട്ടുള്ള വിഷയമല്ല. സംസ്ഥാനത്തെ എല്ലാ റൂട്ടുകളിലും ഞാൻ നേരത്തെ 50% ബസ്സുകളും ഈ ഓണത്തോടുകൂടി സംസ്ഥാനത്ത് നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം സംസ്ഥാന സർക്കാർ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഗവൺമെന്റ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മുഖ്യമന്ത്രി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കൈവിടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത 40 ദിവസം കൂടി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതെ, കഴിഞ്ഞ ഒരു മാസവും നമുക്ക് ഈ ആശങ്ക തന്നെയായിരുന്നു, ആകുലത തന്നെയായിരുന്നു. ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നതും വളരെയേറെ ആശങ്ക നിറഞ്ഞതാണ്. ശ്രീ
അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിലേക്കാണ്. നോക്കൂ, ഒരു വിഭാഗം ആളുകൾ വല്ലാത്ത കണ്ണീരിലാണ്, സങ്കടത്തിലാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന പ്രിയദർശിനി ബസ് വളരെയേറെ കയ്യടി നേടിക്കൊണ്ട് ജനങ്ങളെല്ലാവരും തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ വയോജനങ്ങളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, 10 രൂപ പോലും വരുമാനമില്ലാത്ത ആളുകളുണ്ട്. ഇവരെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ഒരു വശത്തുള്ള ആളുകൾ കണ്ണീരിലൂടെ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൂടി കാണേണ്ടതല്ലേ സർക്കാർ? എന്തായാലും സൗജന്യ യാത്ര നൽകുന്നു. അതിനകത്ത് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി 90-ൽ പറഞ്ഞ വളരെ മനോഹരമായ ഒരു വാചകം, അത് നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഒരു ഡെവലപ്ഡ് കൺട്രി ആവാത്തത്, വികസിത രാജ്യമാകാത്തത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തെ 50%-ലധികം വരുന്ന ആളുകൾ നോൺ പ്രൊഡക്റ്റീവായിരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഈ രാജ്യം ഒരു വികസിത രാജ്യം ആവാന്നാണെന്ന് രാജീവ് ഗാന്ധി ചോദിച്ചത്. അതായത് 50%-ലധികം വരുന്ന അല്ലെങ്കിൽ 50%-അടുത്ത് വരുന്ന സ്ത്രീകൾ അന്ന് രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും 90%-ലധികം വരുന്ന സ്ത്രീകളും അന്ന് പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഏറ്റവും വലിയ പ്രത്യേകത 75% വരുന്ന സ്ത്രീകളും ഇന്ന് പ്രൊഡക്റ്റീവായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ആളുകൾ വീട്ടിലിരുന്നിരുന്ന ആ ആളുകളെ പ്രൊഡക്റ്റീവ് ആക്കുവാനുള്ള വലിയൊരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ചത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി മാത്രമല്ല. ഈ സ്ത്രീകൾ അവർക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് മറ്റാരുടെയും സഹായമില്ലാതെ അവരുടെ ജോലി തേടി പോകുവാനും ജോലി സ്ഥലത്തെത്തുവാനും അവരുടെ നീക്കിയിരിപ്പിലേക്ക് കുറച്ചുകൂടി തുക എത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓൾറെഡി സാറിനെ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി കൺസെപ്റ്റ് ഉണ്ട്, KSRTC പാസ് ഉണ്ട്, റെയിൽവേയിൽ സീസൺ ടിക്കറ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചും വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ സംബന്ധിച്ചും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ വാർദ്ധക്യത്തിലെത്തിയവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുക, വയോജന വകുപ്പ് രൂപീകരിച്ചിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ചോദിച്ചതാണ്, കയ്യടിയുടെ പിന്നാമ്പുറങ്ങളിൽ ചില കണ്ണീരുകൾ കൂടി ഇല്ലേ, അതുകൂടി കാണേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെച്ചേ. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സർക്കാർ ഒരാൾ ആവശ്യപ്പെടാതെ നമ്മുടെ ബസ് ഉടമകളുമായി ബന്ധപ്പെട്ട് അവരുടെ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് ടാക്സ് പകുതിയേക്ക് കുറച്ചില്ലേ? അത് ഇവർ ആവശ്യപ്പെട്ടിട്ടല്ലോ. നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തന്നെ അവരെ കൂടി ചേർത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കൃത്യമായ പകുതിയാണോ 15%? ഒരു സെക്കൻഡ്, പകുതിയാണോ? അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇവരെ അല്ല ഞാൻ പറഞ്ഞത് അവരുടെ ബുദ്ധിമുട്ട് മുഴുവനായി പരിഹരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ ഇന്റൻഷൻ വളരെ കൃത്യമായിരുന്നു. അതായത് പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾ മുഴുവൻ യാത്രാ സൗജന്യം പ്രഖ്യാപിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ബസ് ഉടമകളെ സംബന്ധിച്ച് അവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി പ്രകടമാക്കിയിട്ടാണ് ആ ടാക്സ് കൊടുത്തത്. അപ്പോ സർക്കാർ ഒരിക്കലും നേരത്തെ ഗോപിനാഥ് സാർ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം ഈ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലല്ലോ തുടർച്ചയായ ചർച്ചകൾ നടത്തുന്നതും അതിന്റെ ബദൽ മാർഗങ്ങൾ തേടുന്നതും അതിന്റെ സജഷൻസ് വെക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ബസ് ഉടമകളും ബസ് തൊഴിലാളികളും അവരെ സംബന്ധിച്ച് നേരത്തെ ഗോപിനാഥ് സാർ പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി വലിയ ഒരു പങ്ക് വഹിച്ച ആൾക്കാരാണ് ബസ് ഉടമകളും ബസ് സർവീസുകളും. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സർക്കാരിന്റെ കൃത്യമായ നയമാണ്. അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഈ UDF സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ, VD സതീശൻ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ജോർജ് സാറിലേക്ക് അവസാനമായിട്ട് ഒന്ന് വരികയാണ്. സാർ, സമയം ഒത്തിരി നമുക്ക് നഷ്ടപ്പെട്ട് അരമണിക്കൂറായിരുന്നു, കുറച്ചുകൂടി സമയമുണ്ട്. സാർ, എങ്ങനെയാണ് നമ്മളുടെ പ്രിയദർശിയുടെ ഫ്യൂച്ചർ അങ്ങ് എങ്ങനെയാണ് ഇത് കാണുന്നത്? കാരണം നിരവധി പ്രശ്നങ്ങൾ, നിരവധി പ്രതിസന്ധികളൊക്കെ സർക്കാർ അഭിമുഖീകരിക്കുന്നു. ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? തുടർന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ പ്രശ്നത്തിലേക്കല്ലേ സർക്കാർ വരിക? എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ അങ്ങ് കാണുന്നത്? അതായത് ഈ പദ്ധതി നേരത്തെ ഉടമസ്ഥ സംഘത്തിന്റെ പ്രതിനിധിയാണ്, അസോസിയേഷന്റെ ഭാരവാഹിയാണെങ്കിൽ പോലും
അദ്ദേഹം കൃത്യമായിട്ട് പ്രായോഗികമായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പദ്ധതി പിൻവലിക്കുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഒരുപക്ഷെ ഈ പദ്ധതി ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിട്ട് ഇനി സൂപ്പർ ഫാസ്റ്റിലേക്കോ അതിനപ്പുറത്തേക്കോ ചിലപ്പോൾ വ്യാപിപ്പിച്ചേക്കില്ല. പക്ഷെ ഇപ്പൊ തുടങ്ങി വെച്ച് ഇപ്പൊ ബാധകമാക്കിയ ആ നിലയ്ക്ക് അത് മുന്നോട്ട് പോയേ പറ്റൂ. അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയാവും. പിന്നീട് അവർ എന്ത് വാഗ്ദാനം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. UDF സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു വിശ്വാസ്യതയിൽ ആ ഒരു സാധനം തന്നെ പിന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ഈ പദ്ധതി പിൻവലിക്കുക, ഇതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഞാൻ അതിനെ അടിവരയിട്ട് പറയുന്നു, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. അപ്പൊ പിന്നെ ഇതിന്റെ കെടുതി അനുഭവിക്കുന്ന, ഇതിന്റെ സൈഡ് ഇഫക്ട്സ് അനുഭവിക്കുന്ന, ഇതുമൂലം ജീവിതം നഷ്ടമാകുന്ന അല്ലെങ്കിൽ ഒരു വ്യവസായം തകരുമെങ്കിൽ ആ വ്യവസായത്തെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം? എത്രത്തോളം സഹായങ്ങൾ, സബ്സിഡികൾ, ആനുകൂല്യങ്ങൾ ആ വ്യവസായത്തിന് കൊടുക്കാൻ കഴിയും? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനും ഒരുപാട് പരിധിയുണ്ട്. അതായത് നമ്മുടെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ ഈ സൗജന്യങ്ങളുടെ അളവ് കൂടിക്കൂടി വരികയാണ്. ഇതിപ്പോ ഏത് സൗജന്യം പ്രഖ്യാപിക്കുമ്പോഴും ഇപ്പോ ഇത് പറയുമ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് 35 കിലോ അരി പണ്ട് റേഷൻ അരിക്ക് വില കൊടുത്ത് വാങ്ങിയിരുന്ന ഒരു കാലമാണ്. ഇന്നിപ്പോ 35 കിലോ അരി റേഷൻ സൗജന്യം കൊടുക്കുമ്പോൾ അത് പരോക്ഷമായിട്ട് ഈ രാജ്യത്തെ തൊഴിൽ ലഭ്യതയെ അല്ലെങ്കിൽ സാധാരണ കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. 35 കിലോ അരി ഈ അരച്ചാൺ വയറിന് വേണ്ടി എന്നല്ലേ പഴയ സങ്കല്പം. അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. 35 കിലോ അരി ഈ പറയുന്ന ഒരു ദാരിദ്ര്യക്ക് കീഴിലുള്ള കുടുംബത്തിന് പ്രതിമാസം കിട്ടുമ്പോൾ വാസ്തവത്തിൽ ഈ അരച്ചാൻ വയറിന്റെ പ്രശ്നം പിന്നെ ഉദിക്കുന്നില്ല. അവർക്ക് ജോലിക്ക് പോയില്ലെങ്കിലും ജീവിക്കാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് സൗജന്യങ്ങൾ, അതുപോലെ തന്നെ പെൻഷൻ അടക്കം, സത്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ ജോലിക്ക് പോകാതെ ഐഡിലായിട്ട് ആളുകളെ മാറ്റുന്നത്. ഞാനിത് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം എന്നെ എതിർത്തേക്കാം. പക്ഷെ ഇതിന്റെ ഒരു മറുവലയാണത്. അതായത് ധാരാളം പേര് ജോലി ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോ VD സതീശൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തില് റിവേഴ്സ് റെമിറ്റൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പണം വന്നിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോ അവിടുന്ന് വരുന്ന പണത്തെക്കാൾ ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് റിവേഴ്സ് റെമിറ്റൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ അടക്കമുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു. അവര് ശരാശരി 800 രൂപ വെച്ച് ഒരു ദിവസം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഈ 40 ലക്ഷം തൊഴിലാളികൾ പ്രതിദിനം 800 രൂപ വെച്ച് സമ്പാദിക്കുന്നു. അതിൽ ഒരു 90% അല്ലെങ്കിൽ 80% മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ റിവേഴ്സ് റെമിറ്റൻസിലൂടെ കേരളത്തിന് നഷ്ടമാകുന്ന തുകയുടെ വലുപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ സൗജന്യങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതിനും അതിന്റെ ഒരു മറുവില കൊടുക്കേണ്ടി വരുമെന്ന്. സൗജന്യം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മറുവിലയാണ് ഇത്തരത്തിൽ ജോലി ചെയ്യാൻ ആളുകൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ. ആ അവസ്ഥ എങ്ങനെ പരിഹരിക്കും? എന്നിട്ട് മറുവശത്ത് നമ്മുടെ ആളുകൾ ബ്രിട്ടനിലും ഒക്കെ പോയി ചെറുപ്പക്കാർ മുഴുവൻ അങ്ങോട്ടും കുടിയേറുന്നു. അപ്പൊ കേരളം ഇപ്പൊ തന്നെ വയോജന വകുപ്പൊക്കെ ഉണ്ടാക്കി അധികം വൈകാതെ കേരളത്തിൽ ജോലി ചെയ്യാത്ത, ലോട്ടറി വിൽക്കുന്ന, ഇപ്പൊ തന്നെ അറിയാലോ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും ലോട്ടറി വിറ്റ് ജീവിക്കുന്നവർ. അപ്പൊ ഇതൊന്നും ഒരു നല്ല സൈൻ അല്ല. ഒരു ആരോഗ്യമുള്ള സമ്പദ്ഘടനയുടെ ഒരു എന്താ പറയാ നമുക്കൊക്കെ സ്വാഗതം ചെയ്യാവുന്ന ലക്ഷണങ്ങളല്ല ഉള്ളത്. ഐഡിലായിട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ഒരു ജോലിയും ചെയ്യാതിരിക്കുകയാണ് മലയാളിയുടെ മൗലിക സ്വഭാവമായിട്ട് മാറുന്ന ഒരു വലിയ വിഭാഗത്തിന്. എന്നിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു, കാശ് വാങ്ങിക്കുന്നു, അവരത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കേരളം നേടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലോ ഇതും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. സൗജന്യങ്ങൾ എവിടെ വരെ ആകാം, എത്രത്തോളം ആകാം, എന്തെല്ലാം കാര്യങ്ങളിലാകാം എന്ന വലിയ ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും സൗജന്യമായി സ്ത്രീകൾക്ക് KSRTCയിൽ പ്രിയദർശിനി പദ്ധതിയിലൂടെ സ്ത്രീകൾക്കെല്ലാം വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായി മാറിയിരിക്കുകയാണ്. കാരണം അവർ സമ്പാദിക്കുന്ന പണത്തിൽ നിന്നും കുറച്ചെങ്കിലും മിച്ചം വെക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കയ്യടി ഒരു ഭാഗത്ത് സർക്കാർ ലഭിക്കുമ്പോൾ കണ്ണീരിൽ കുതിർന്ന കുറച്ചാളുകൾ മറുവശത്തുണ്ട്. അവരെയും കൂടി കാണണം, അവരെയും കൂടി ചേർത്ത് പിടിക്കണം. ഒന്നായി സർക്കാർ മുന്നോട്ട് പോകണം. ആരുടെയും കണ്ണീര് വീണല്ല, എല്ലാവരുടെയും കയ്യടി നേടിയാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.